ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജനുവരി മാസത്തിലെ മൂന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജനുവരി കറണ്ട് അഫയേഴ്സ് തീർന്ന ഉടനെ ഇതിന്റെ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആകുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏതാണ്? 2024 19 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ ക്രിക്കറ്റ് നടക്കുന്നു. അതിന്റെ ലോകകപ്പാണ് നടക്കുന്നത്. അതിന്റെ വേദി എവിടെ? ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോ ദക്ഷിണാഫ്രിക്കയാണ് വേദി. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് കാസർഗോഡ് നടക്കുന്നത്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ് നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്, മലയാളിയാണ്, ശ്വേത കെ സുഗതൻ. ആരാണ്? ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ, മലയാളിയാണ്. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 1ാമത്തെ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2ാമത്തെ രാജ്യം ഇന്ത്യയും ചൈനയുമാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ചൈനയും ഉണ്ട്. 1ാമതുള്ളത് ഏതാണ്? അമേരിക്കയാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. നിലവിലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യക്ക് എത്ര സ്ഥാനം? 2ാം സ്ഥാനമാണ് ഉള്ളത്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അപ്പൊ എത്രാമത് ധനകാര്യ കമ്മീഷനാണ്? 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. അടുത്തത് 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതായിരുന്നു? അത് കൊല്ലമായിരുന്നു. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം, വിജയിച്ചത് കണ്ണൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പിന്റെ പേര് ഉത്സവം എന്നായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പിന്റെ പേര് ഉത്സവം. അടുത്തത്, കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. എന്താണ് കെ സ്മാർട്ട്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം കൂടി ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1 ഓക്കെ ആണല്ലോ. 2024 ജനുവരിയില് രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ മരുഭൂമിയാണ്. അപ്പൊ ഇന്ത്യയിലെ മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് രാജസ്ഥാൻ ഓർമ്മിക്കും. അപ്പൊ രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചിട്ടാണ് ഡെസേർട്ട് സൈക്ലോൺ നടക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ് ഡെസേർട്ട് സൈക്ലോൺ. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏത്? കുഫോസ് ആണ്. കൊച്ചിനാണ്, ഫിഷറീസ് ആണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ് ആണ്.
യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായി ആര്? നാദിയ കാൽവിനോയാണ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? നാദിയ കാൽവിനോ. നാദിയോ കാൽവിനോ ആരാണ്? യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയതാണ്, ആദ്യ വനിതയുമാണ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബൈക്ക് എക്സ്പ്രസ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശീതൾ ദേവിക്കാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. എന്താണ് ശീതൾ ദേവിയുടെ പ്രത്യേകത? വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവിക്കാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? ശീതൾ ദേവി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ 5ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു കിരീടം കിട്ടിയത്. 2023 ഫിഡെയുടെ ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് ആർക്ക് കിട്ടിയത്? മാഗ്നസ് കാൾസണ് കിട്ടിയത്. 5ാമത്തെ കിരീടമാണ്. ഇനി ഇതിന്റെ വനിതാ കിരീടം ഉണ്ട്. വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം അനസ്താസിയ ബൊണരൂക്കിനാണ് കിട്ടിയത്. അത് റഷ്യക്കാരിയാണ്. അനസ്താസിയ എന്ന് പഠിച്ചിരുന്നാൽ മതി. 2023 വനിതാ ഫിഡെ ലോകകപ്പ് റാപ്പിഡ് ചെസ് കിരീടം കിട്ടിയത് അനസ്താസിയക്കാണ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമേത്? സ്ലിം ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ തിരിച്ചു ചോദിക്കും. സ്ലിം എന്ന ചന്ദ്രോപരിതല ദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാന്റേതാണ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെ? AI എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേരെന്ത്? അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ്ടെക് മിത്ര. മെഡ്ടെക് മിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെബ് പോർട്ടലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു പോർട്ടലാണ് മെഡ്ടെക് മിത്ര. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസിക, മുഖപത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് കർഷക തൊഴിലാളി എന്നതാണ്. ഈ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ ആദ്യത്തെ കേരള പുരസ്കാരം കിട്ടിയത് VS അച്യുതാനന്ദനാണ്. ആർക്കാണ്? VS അച്യുതാനന്ദന്. ഇന്ത്യയിലെ 2ാമത്തെ ആന്റിബയോട്ടിക് ആശുപത്രി ഏതാണ്? ഇന്ത്യയിലെ 2ാമത്തെ ആന്റിബയോട്ടിക് ആശുപത്രി ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇത് പാലക്കാടാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയെന്ന് ചോദിച്ചാൽ അത് കക്കോടിയിലാണ്. അത് കോഴിക്കോട് ജില്ലയിലാണ്. 2ാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയും ഇന്ത്യയിലേത്? കേരളത്തിലാണ്, പാലക്കാട് ജില്ലയിലാണ്. ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അപ്പൊ കക്കോടി മറക്കരുത്. ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഇൻ ഇന്ത്യ ആണ്. അത് കോഴിക്കോട് കക്കോടിയാണ്. പാലക്കാട് ഒഴലപ്പതിയാണ് ഇന്ത്യയിലെ 2ാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ഈ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 10 ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികൾ എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് കക്കോടി, അത് കോഴിക്കോട് ജില്ല. 2ാമതായിട്ട് പ്രഖ്യാപിച്ചത് ഒഴലപ്പതി, അത് പാലക്കാടാണ്.
കേരളത്തിലെ ആദ്യ ദീപാലകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ്? ഫറോക്കിലാണ്. കോഴിക്കോട് ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത്. ഏത് സംസ്ഥാനമാണ് പൊയ്ല ബോയ്ക്കിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത്? പൊയ്ല ബൊയ്സാക്കിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അതായത് പശ്ചിമ ബംഗാൾ പൊതുവെ ബംഗാളികളുടെ ഇടയിൽ പിന്നെ എന്താണ് അവരുടെ ന്യൂ ഇയർ ഡേ ആണ് പൊയ്ല ബൊയ്സാക്ക്. അപ്പൊ ഈ പൊയ്ല ബൊയ്സാക്ക് എന്ന് പറഞ്ഞ ഈ ഡേയെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? പശ്ചിമ ബംഗാളാണ്. ഇനിയും പ്രധാനപ്പെട്ട വാർത്തകൾ ജനുവരിയിൽ നടന്നതുണ്ട്. തീർച്ചയായിട്ടും അവയെല്ലാം നമുക്ക് പഠിക്കണം. ഇതിനു മുന്നത്തെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണുക. താഴെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.